يا ولي حسناتي يا شيخي يا فاطمة. 5 നാമങ്ങളാണ് ഈ പാട്ടിൽ പരാമർശിക്കുന്നത്. യാ വലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിനിധീകരിക്കുന്നതാണ്. യാ ഷൈഖ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ്. യാ ഹസനാത്തി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ്. യാ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അൻഹു പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ്. ഇത് ഷിയാക്കളുടെ ഒരു ഗാനമാണ്. ഇത്തരം ഗാനങ്ങൾ അവർ നിർമ്മിച്ചുകൊണ്ട് ഈ 5 പേരെ പ്രത്യേകപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചില വിശ്വാസാചാരങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഈ 5 പേരുകളും അവർ ഇരട്ട പേരുകളായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് അലി, മുഹമ്മദ് ഹുസൈനി, മുഹമ്മദ് ഹസനി ഇങ്ങനെയുള്ള പേരുകൾ, അതുപോലെ മുഹമ്മദ് അലി മുതലായ പേരുകൾ നമുക്ക് നിത്യേന നമ്മുടെ നാടുകളിൽ ദർശിക്കാൻ കഴിയും. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫിദ ഫാത്തിമ, നദ ഫാത്തിമ എന്നും കാണാം. ഷിയാക്കളാണ് ഇരട്ട പേരുകൾക്ക് തുടക്കം കുറിച്ചത്. ഇസ്ലാമിൽ അതിന് പ്രോത്സാഹനമില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരുടെ പേരുകൾ എന്താണ്? ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒക്കെ സ്വന്തം പിതാവിന്റെ പേരാണ് അവരുടെ പേരിന്റെ കൂടെ അവർ ചേർത്ത് പറയുന്നത്. അബൂദർദുൽ ഗിഫാരി ഗോത്രക്കാരനായ അബൂദർദ്, അതുപോലെ സൽമാൻ ഫാരിസി, ഫാരിസിക്കാരനായ ഫാർസിയായ സൽമാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സ്ഥലത്തിന്റെ പേരുകളുടെയും അതുപോലെ ഗോത്രത്തിന്റെ പേരുകളും സ്വന്തം പിതാവിന്റെ പേരുകളും ചേർത്ത് പറയുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ പണ്ടേ നിലവിലുണ്ട്. പക്ഷേ ഈ ഇരട്ട പേരുകൾ അറബികൾക്കിടയിൽ നമുക്കെവിടെയും ദർശിക്കാൻ കഴിയില്ല. ഇതിന് തുടക്കം കുറിച്ചത് ഈ ഷിയായിസമാണ്. ഇത്തരം പേരുകൾ നമ്മുടെ നാട്ടുകൾ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഇത്തരം ഇരട്ട പേരുകൾ ഈ ഷിയാക്കളുടെ ഈ വിശ്വാസാചാരങ്ങളുമായി താരതമ്യപ്പെടുന്ന സമപ്പെടുന്ന ഇത്തരം പേരുകൾ വർജിക്കൽ ആണ് ഖൈറ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരം പേരുകൾ ഇരട്ട പേരുകളിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.